നമസ്കാരം പ്രിയമുള്ളവരെ. പണ്ട് കോഴിമുട്ട അടവെക്കുന്ന അമ്മമാർ പറയാറുണ്ടായിരുന്നു, ഇതിലൊരു പൂവൻ കോഴിയെ ഏതെങ്കിലും ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ കാവുകൾക്കൊക്കെ നേർച്ചയായി ചെയ്യാമെന്നും, പശുവിൻ്റെ പ്രസവ സമയത്ത് അത് ആൺകുട്ടിയാണെങ്കിൽ അതിനെ ശിവക്ഷേത്രത്തിൽ കൊടുക്കാം എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുരുതി കൊടുക്കുക എന്നതാണ് പണ്ടത്തെ ആ നടപടിക്ക് തുല്യമായ കാര്യമാണ്. ഗുരുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിലും ഉൾപ്പെടെ പല കാര്യങ്ങളിലും നടക്കുന്നുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും പി സരിൻ എന്ന് പറയുന്ന ആളിനെ അറിയാം. അത് വളരെ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടു കൂടിയാണ് പി സരിൻ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. UPSC എഴുതി എടുത്ത ഒരാളാണ്. ഭാര്യ ഡോക്ടറാണ്, ഒരു മകളാണുള്ളത്. 2021 ഒറ്റപ്പാലത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഗംഭീരമായി പരാജയപ്പെട്ട ആളാണ്. അന്ന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ സരിനോട് പറഞ്ഞു. സരിൻ ചെയ്തില്ല. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തനിക്ക് പാലക്കാട് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും അത് ഷാഫി പറമ്പിൽ അത് കൊടുക്കാതിരിക്കുകയും പകരം അവിടെ പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം. 18,000 സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അയാൾ അവിടെ നേടുകയും ചെയ്തു. അന്ന് അയാൾക്ക് എതിർത്തത് C. കൃഷ്ണകുമാറാണെങ്കിൽ ഈ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാൻ പോകുന്ന ആൾ എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാം തന്നെ അറിയാവുന്ന ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നതും അവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നുള്ള ചർച്ച മുറുകയാണ്. രാഹുലിനെതിരെ എല്ലാവിധ ഗർഭകഥകളുടെയും തുടക്കം കുറിക്കുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും CPMൻ്റെ നേതാക്കൾക്ക് അത് രഹസ്യമായി ചോർത്തി കൊടുക്കുകയും ഒന്നാം പരാതിക്കാരിയും രാഹുലും തമ്മിൽ ഇപ്പോൾ സൗന്ദര്യപ്പിണക്കമാണെന്നും ഈ സമയം അത് വിനിയോഗിക്കാൻ പറ്റുമെന്ന് ഒരു പത്രപ്രവർത്തക സരിനോടും ഹണിയോടും പിന്നെ നമ്മുടെ റിനിയാൻ ജോർജിനോടും MA ഷാഹനാസിനോടും പറഞ്ഞായിട്ട് രഹസ്യ റിപ്പോർട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുകയും രാഹുലിൻ്റെ പ്രശ്നം വന്ന സമയത്ത് തന്നെ അതിനെ തൻ്റേതായ FB പോസ്റ്റും ഒക്കെ ആയിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ വരികയും ചെയ്ത പി സരിൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം CPM നൽകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ CPMൻ്റെ ഭാഗത്തുനിന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്ത ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥിയെന്നും അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് CPMന് കിട്ടിയതിൻ്റെയും പുറത്ത് വീണ്ടും സരിനെ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ, എപ്പോഴും എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ് വിട്ട് വന്ന് BJPയിലേക്ക് ചെല്ലുമ്പോഴും കോൺഗ്രസ് വിട്ട് CPMലേക്ക് ചെല്ലുമ്പോഴും CPMമാർ വിചാരിക്കുന്ന ഇവരോടൊപ്പം വലിയൊരു അണികളുണ്ട്, വലിയൊരു ആൾക്കാരുണ്ട്, വോട്ട് ഷെയർ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നത്. അതുതന്നെയാണ് തിരിച്ച് കോൺഗ്രസ്സുകാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ വോട്ട് ഷെയർ ഇല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമില്ലാത്ത നേതാക്കന്മാരാണ് പാർട്ടി വിട്ടുമാറിപ്പോകുന്നത്, കൂടുമാറി പോകുന്നതെന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ ഉദാഹരണമാണ്. കരുണാകരൻ്റെ മകളായിട്ട് പോലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. അവരെ വീണ്ടും അവരൊരു നേർച്ചക്കോഴിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് CPMൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി പറയുന്നു, ഞങ്ങൾക്ക് സരിനെ തന്നെ വേണം പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ ജനം തിരസ്കരിച്ച വ്യക്തി തിരിച്ച് ആ ജനം സ്വീകരിക്കണമെങ്കിൽ അയാളുടെ നടപടികൾ അങ്ങനെ ആകേണ്ടിയുണ്ട്. രാഹുലിനെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാർ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. സരിൻ എന്താണ് ചെയ്തതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രനും രാഹുൽ മാങ്കൂട്ടുമാണ് സ്ഥാനാർത്ഥികൾ. അവർ തങ്ങളുള്ള നേരിട്ട് ഫൈറ്റ് ആയിരിക്കുമെന്നും അവിടെ CPMന് വലിയ സ്ഥാനമില്ലെന്നും ഒരു പ്രാതിനിധ്യം അവിടെ കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് സരിൻ തന്നെ മത്സരിക്കട്ടെ എന്നും 2031 അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കാൻ പറ്റുന്നൊരു സീറ്റ് കൊടുക്കാമെന്നൊരു ധാരണയും ഉണ്ടായിട്ടുണ്ടെന്ന കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും CPMൻ്റെ നേർച്ചക്കോഴിയായിട്ട് പാലക്കാട് വീണ്ടും സരിൻ വരും എന്നുള്ള കാര്യം സംശയമല്ല. അല്ലെ സരിൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് BJPയിലേക്കോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, എങ്കിലേ സരിന് പറ്റൂ. ഇല്ലെങ്കിൽ CPMലാണ് നിൽക്കുന്നതെങ്കിൽ അവർ പറയുന്നത് മത്സരിക്കേണ്ടി വരും. അത് ആ പാർട്ടിയുടെ ചട്ടക്കൂട് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. എന്തായാലും സരിൻ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് കുറേ കൂടി ഗുണം ചെയ്യും എന്നുള്ള കാര്യം സംശയമില്ല. രാഹുലിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന രഹസ്യമായ വിവരം. പക്ഷേ സങ്കടകരമായ മറ്റൊരു കാര്യം, ഈ പുതിയുഗ യാത്രയുമായി സതീശൻ രാഹുലിൻ്റെ വീടിനടുത്തുള്ള ഒരു 5 കിലോമീറ്റർ അടുത്തുള്ള അടൂരിലെത്തുമ്പോൾ വൈറ്റ് പോർട്ടിക്കോ എന്ന ഹോട്ടലിൽ മറ്റു ആൾക്കാരുമായി ചർച്ച നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഉറപ്പ്. രാഹുൽ ആഗ്രഹിച്ചിരുന്ന പോലെ
അല്ലെങ്കിൽ ഒരു തീപ്പൊരി പ്രസംഗം അടൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നടത്തുവാൻ രാഹുലിന് ഇന്ന് കഴിയുന്നില്ല എന്നുള്ള വസ്തുത കൂടി അയാളെ ഒരുപക്ഷെ വേദനിപ്പിക്കുന്നുണ്ടാവും. ഇല്ലാതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാ തിരക്കഥകളുടെയും ആസൂത്രിതനായ പി സരിൻ വീണ്ടും പാലക്കാട്ടേക്ക് വരുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വാർത്തയാണ് ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളുമായി സംബന്ധിച്ചത്. സരിന് പരാജയപ്പെടാനുള്ള മൂന്നാമത്തെ അവസരം കൂടി ഒരുക്കിക്കൊടുത്ത CPM-ന് ഒരു നന്ദിയോ നമോവാകോ പറയേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.